ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ശല്യം ചെയ്യുന്ന പാറ്റ, പല്ലി, അതുപോലെ എട്ടുകാലി, എലി, പെരിച്ചാഴി, പാമ്പ് ഇവരെയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി 2 കുഞ്ഞു ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഇവർ വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ നമുക്ക് പുറത്തുള്ള ആ ഒരു തോല് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതിൻ്റെ ആ ഒരു തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. തക്കാളിയോ അല്ലെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ല നമ്മുടെ കയ്യിൽ കപ്പ ഉണ്ടെങ്കിൽ, മരച്ചീനി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. കാരണം ഇതൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളിയാണ്. ഇതൊന്ന് നമുക്കിതുപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. കാരണം അതിൻ്റെ ആ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ തക്കാളിയുടെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതിൻ്റെ നടുഭാഗത്ത് മാത്രമല്ല, അതിൻ്റെ തക്കാളിയുടെ അരികു ഭാഗത്തെല്ലാം നമ്മളിത് നല്ലപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലായിടത്തും. കാരണം എലിയാണെങ്കിലും പെരിച്ചാഴിയാണെങ്കിലും ഒക്കെ ആദ്യം വന്ന് ഇത് കഴിക്കുന്നത് അതിൻ്റെ സൈഡിലായിരിക്കും കടിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ നടുഭാഗത്ത് വെച്ച് കൊടുത്താൽ അത് നടുഭാഗത്തേക്ക് ഫസ്റ്റ് വന്ന് കടിക്കില്ല, സൈഡിലായിരിക്കും വന്ന് ഫസ്റ്റ് അത് കടിച്ച് തിന്നാനായിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ഈ വെക്കുന്ന തക്കാളിയുടെ ആണെങ്കിലും ഉരുളൻകിഴങ്ങിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും നമ്മൾ സൈഡ് വഴി നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 തക്കാളിയുടെ ആ ഒരു പീസിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെയാണോ എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അവരിരിക്കുന്ന ആ മാളങ്ങളൊക്കെ ഉണ്ടാവും, ആ പൊത്ത്, അതുപോലെ അവർ വരുന്ന വഴിയൊക്കെ നമുക്കറിയായിരിക്കും. അവിടെ എല്ലാം കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് കഴിച്ചിട്ട് പോകുന്ന എലിയോ പെരിച്ചാഴിയോ ഒന്നും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ് എലിയെയും പെരിച്ചാഴിയെയും ഓടിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ ബേ ലീഫാണ്, അതായത് കറുകപ്പട്ടയുടെ ഇലയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെയൊക്കെ സ്മെല്ല് നമ്മുടെ പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഈ പുതിനയിലയുടെയൊക്കെ ഒരു സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണല്ലോ. നമുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പാറ്റയ്ക്കും പല്ലിക്കൊന്നും ഇതിൻ്റെ അത്ര സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ഞാനൊരു കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു അരമണിക്കൂർ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഇലകളുടെയൊക്കെ പുതിനയിലയുടെയും കറുവപ്പട്ടയുടെ ഇലയുടെയൊക്കെ ആ ഒരു ഗുണങ്ങൾ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് പുറത്തേക്ക് പോകും. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് വരുന്നത്, ഈ ഒരു പുതിനയിലയുടെയൊക്കെ ഒരു സ്മെല്ല്. ഇനി നമുക്കത് അരിച്ച് മറ്റൊരു പാത്രത്തിലെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. അപ്പോൾ ഒരു പകുതി നാരങ്ങ ഞാൻ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇത് ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചണിൽ എല്ലായിടത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാത്രിയിൽ കൂടുതലും കിച്ചണിലേക്കാണല്ലോ നമ്മുടെ ഈ പാറ്റ, പല്ലി, എട്ടുകാലിയൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ച് വിടുകയാണെങ്കിൽ രാത്രി സമയത്ത് പാറ്റയോ പല്ലിയോ ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിവശത്ത്, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രാത്രിയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ പാറ്റയും പല്ലിയൊക്കെ വന്നിരിക്കാറുണ്ടല്ലേ. അപ്പോൾ അവരെയൊക്കെ ഈ ഒരു മരുന്ന് കൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പൈപ്പിൽ നിന്ന് മുകളിലേക്ക് സാധാരണ രാത്രിയിലാണല്ലോ ഈ പാറ്റ, പല്ലിയൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അവരൊന്നും വരാതിരിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കൊണ്ട് പാറ്റയോ പല്ലിയോ ഒന്നും ഹോളിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും.
അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്